പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, ഒരു താമര മുട്ടായിരുന്നു നീ. ഒന്ന് പെട്ടെന്നാവട്ടെ. മോള് വലുതാണെന്താ, നമുക്ക് പാടിക്കൂടെ? ആരാ? പള്ളിപ്പിരിവാ? സാറിന്റെ കയ്യിരിക്കണ ഐപ്പോഡില്ലേ, അതിങ്ങ് തന്നേരി. ഐപ്പോഡ്? അതെന്തോ? പൊട്ടം കളിക്കണ്ട. അന്നൊരുത്തൻ ചത്തപ്പ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഐപ്പോഡില്ലേ, അതിങ്ങ് തന്നേരി. ഞാനൊരു പോലീസുകാരനാ. എന്റെ വീട്ടിൽ കയറി നീ എന്നെ ഇടോന്ന് വിളിക്കുന്നോളാം. എന്താ പ്രശ്നം? ഒന്നും മാറിക്കിടപ്പഞ്ഞ വീട്ടിൽ കയറിയ കളിമാറുവേ. ഐപ്പോഡും കൊണ്ട് ഞാനിവിടുന്ന് പോകത്തുള്ളൂ. എന്താപ്പാ? എന്തോ ഐപ്പോഡെന്നൊക്കെ അവന്മാര് പറയുന്നു. ഐപ്പോഡോ? ഐപ്പോഡെന്ന് എനിക്കറിയാൻ വയ്യുള്ള പട്ടി. ഫൈറ്റ് മൂടാ? എടാ ഞാനും വരാളോ? ഇല്ല, നിങ്ങളിത് എവിടെ പോവാ? എടി രണ്ട് കൊടുക്കട്ടടി. നിങ്ങൾ കൊടുക്കണ്ട, ഇടി കണ്ടാ മതി. എടി തൂണോട് ഞാൻ കണ്ടില്ലേ? തൂണൊക്കെ അതൊക്കെ പണിയാ. ഞങ്ങളുടെ കണ്ണില് മിന്നണ ചെങ്കനലാട പോക്കിരി സൈബ. നിറയെ മുഴുവനിടിച്ചു വരത്ത് പോക്കിരി സൈബ. നീ ഞങ്ങളുടെ കണ്ണില് മിന്നണ ചെങ്കനലാട പോക്കിരി സൈബ. പണിയാ. ஒரு சட்டையா அதுக்கு மேல ஒரு பெரிய போட்டா நீ பெரிய விஜய் நினைப்பா? ஆமா பேப்பையில அங்க வருவே இல்ல. நான் ஞாபகம் வச்சுக்கடா. வருவே இல்ல. പോടാ ആ സിംഗനായ. അല്ല പിന്നെ പോലീസ് ആയുള്ള പ്രശ്നം കണ്ടില്ലേ? കണ്ടാ? അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ? ബൂസ്റ്റ് എടുക്കാം. ബൂസ്റ്റ് എങ്കിൽ ബൂസ്റ്റ്. ആ അമ്മ എനിക്കും കൂടെ എടുത്തോ. ആരാപ്പാ അവന്മാര്? ആരാ? അവന്മാർക്ക് ഐപ്പോഡ് കൊടുക്കാൻ. എന്തു പറയാ ഐപ്പോഡ്? ഐപ്പോഡ് പാട്ട് കേൾക്കുന്ന സാധനമോ? അല്ല ഇതേതോ വലിയ ടീമാണല്ലോ. എന്താ പ്രശ്നം? അവന്മാരുടെ ഐപ്പോഡ് അപ്പനെടുത്തുന്നു. ഇതാണ് സാർ ഐപ്പോഡ്. ഞാൻ സാറിന്റെ ബാഗിൽ നിന്ന് അറിയാതെ എടുത്ത. ക്ഷമിക്കണം സാർ. ഇനി മേലാ നീ വീട്ടിൽ കയറി പോരുത്. എന്റെ രോഗത്തെ കുറിച്ച് രോഗം ക്ഷമിക്കണം സാർ. ഇന്ന് ഐപ്പോഡ് സൂക്ഷിക്കണേ. ബാസ്റ്റിൻ എന്തായി? ബാസ്റ്റിനെ ഇടിച്ച് പഴുപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആ താടി വെച്ചാനാണോ ബാസ്റ്റിൻ? ഒരു കറുത്ത മുട്ടനാടനെ മേടിച്ച് എല്ലാവരും സൂപ്പ് വെച്ചോട്. ആരടാ നീ? നീ ആരടാ? ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിന്നെ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴപ്പം കൊണ്ട് ഇറങ്ങിയ കുടുംബത്തോടെ വീട്ടിൽ കയറി കത്തിക്കും ഞാൻ. I'm waiting.
വെയിറ്റിംഗ്, ഭയങ്കര വെയിറ്റിംഗ് ആയിപ്പോയി. എന്തുണ്ട് ഭായ്, സുഖമല്ലേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. വെച്ചിട്ടുണ്ടാ എല്ലാത്തിനും. ഒന്ന് പോടാപ്പാ, നോക്കിപ്പോ. അല്ല പിന്നെ നീ എന്തിനാ അവനോട് സുഖം നോച്ചത്? ഇവനടിച്ച് പൊളിച്ച കെട്ട അവന്റെ തലയിലുള്ളത്. ഈ കഴുതയോടെ ഒരു അക്ഷരം സംസാരിക്കരുത് പറഞ്ഞാ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ ഒരു സൗഹൃദപരമായിട്ട് ഡീൽ ചെയ്താ. വേണ്ടെങ്കിൽ വേണ്ട. ഇത് ഞാനേ കണ്ട് തെറ്റ് ചെയ്ത പോലെ. ബെഡ്സീറ്റ് കയറാ കമന്നങ്ങ് കിടക്കുക അച്ചി വീട് പോലെ. ആ കയറുവാ, മുതലാളി വിളിക്കുന്നു. കുത്ര പെട്ടെന്ന് ആളറിയാതെ പറ്റിപ്പോയോ സാറേ? ഇവന് ചെറിയൊരു രോഗമുണ്ട്. എന്തെങ്കിലും കൈ കിട്ടിയാ അപ്പോൾ എടുത്ത് പോക്കറ്റ് ഇടും. ജന്മനേ ഉള്ള കുഴപ്പമാ. അതെ സാർ, അങ്ങനെ പറ്റിയതാ, സോറി. നോക്കിക്കൊണ്ടിരിക്കുക സാർ. വേഗം നാട്ടെ. ഒന്ന് പെട്ടെന്ന് പാട്ടോഫി. സാർ, അതിൻ്റെ അകത്ത് കുറച്ച് വിജയണ്ണന്റെ പാട്ടാ, ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട്. മുതലാളി, യുവമാരാ അന്ന് രാത്രി ഇന്ദിരകുഞ്ഞിനെ എടുത്തിട്ട് ഇടിച്ചത് സത്യം. അയ്യോ സാറേ, വിജയണ്ണന്റെ കാല് തല്ലുടിച്ചോണ്ടാ. അല്ല, ഞാനില്ലായിരുന്നു, യുവമാരാ. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് സാർ. ഓ ഭാഗ്യം അല്ലേ മുതലാളി. സോറി, ആവേശം കൂടി പോയല്ലേ. എന്താ എന്റെ പേര്? സൈമൺ. പോക്കിരി സൈമൺ. വിജയ് ഫാൻ അല്ലേ? ആ, നീയൊക്കെ കറങ്ങി തിരിഞ്ഞ് എന്റെ തോളത്ത് തന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോടെ. ഒന്നീ പഴച്ച 3 നീ എന്റെ പിറകെ വന്ന വെച്ചേക്കല ഞാൻ. ഇല്ല സാർ, പുറത്തേക്കോ. സാറേ, ഇതിൻ്റെ പേരിൽ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സൈമൺ പോലീസ് ടെസ്റ്റൊക്കെ എഴുതിയിട്ട് നിൽക്കുക. ഓ ശരി സാർ. വലിയ ഉപകാരമുണ്ട്. എന്താ അയാളുടെ പേര്? ഞാൻ വന്ന് കണ്ടോ. അർജുനൻ. അപ്പൊ നമ്മൾ ഇടിച്ചു പൊളിച്ചവന്റെ പേര്? ബാസ്റ്റിൻ. അതല്ലടാ, നമ്മുടെ കട്ടൗട്ട് ഓടിച്ചവന്റെ പേര്. ആ, ഓ, അവൻ ഇന്ദ്രൻ, അർജുന്റെ അനിയനാണ്. ഓ, അർജുനൻ, ഇന്ദ്രൻ. ഇതന്നെ രാമായണോ? രാമായണമല്ല, മഹാഭാരതം. ആ, എന്തായാലും എല്ലാം ഒന്നെടുത്ത് വായിക്കണം. എല്ലാം പറഞ്ഞ് ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൻ അയാളോട് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എത്ര ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച കാര്യം ശരിയാന്ന് നിനക്കറിയോ? എത്ര ആൾക്കാരെ കൊണ്ട്? നീ മിണ്ടരുത്. ഓ, ഇവൻ ഒറ്റ ഒരുത്തം കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. സോറി സാർ. അടി കിട്ടാത്തതിന്റെ രോഗം. നാളെ പോലെ നീ വീടിന്റെ പുറത്തിറങ്ങണ്ട. ഞാനോ? മിണ്ടാരടാ. അമ്മയെ സഹായിച്ച് വീട്ടിൽ ഇരുന്നാ മതി കേട്ടോ. അയ്യോ, വിശ്വസിക്കാൻ കഴിയണില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ ഉണ്ടല്ലേ? പിന്നെ വിശ്വസിച്ചൂടെ? ഡേയ്, ഒന്ന് പെട്ടെന്നാവട്ടെ. ഇത് കഴിഞ്ഞ് മീൻ വെട്ടാനുള്ളതാ. ഞാനോ? ആ, നീ തന്നെ. വേറെ എന്താ നിനക്ക് പണി? എനിക്ക് മീനൊന്നും വിട്ടറിയത്തില്ല. ആ, മീനൊക്കെ ഒന്ന് വെട്ടിപ്പടിക്കുന്നത് നല്ലതാ. ഭാര്യ ജോലിക്ക് പോകുമ്പോഴേ നിനക്ക് വീട്ടുപണി എടുക്കാമല്ലോ. ഏതായാലും നീ ജോലിക്ക് പോകത്തില്ല. ഈ ബീഫിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് നിരോധിച്ചാൽ മതിയായിരുന്നു. നിനക്കത് ക്ലാസ് ഇല്ലായിരുന്നോ? എവക്കത് എന്തു പറ്റി? ഹലോ, ചൊല്ലുങ്ക. എവിടാ? ഞാനിവിടെ അടുക്കളയിലുണ്ടടി. അമ്മ എന്നെ കൊണ്ട് മീനൊക്കെ വെട്ടിക്കുന്നടി.
നീ ഇവിടെ നിന്നാണ് വിളിച്ചത്? നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? അതെന്തായാലും നന്നായി. നാളെ എന്നോട് കോളേജ് വരെ വരണം, ഒരു പ്രശ്നമുണ്ട്. നീ ഒന്ന് പോയേ, നാളെ ഞാൻ മൊത്തം ബിസിയാണ്. നീ പെട്ടെന്ന് ഈ ഡ്രസ്സ് മാറിയിട്ട് ഈ മീൻ വന്നൊന്ന് കട്ട് ചെയ്യാം. തമാശയല്ല, വരാൻ പറ്റൂല്ലയോ? നാളെ ഒരു രക്ഷയുമില്ല, റൊമ്പ ബിസി. എന്നാ പിന്നെ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. മീൻ പൂച്ചെടുക്കാതെ നോക്കണേ. എന്താ പറ്റിയത് നിനക്ക്? വന്നപ്പോ തൊട്ട് മോൻ വെറുപ്പിച്ചിരിക്കുകയാണല്ലോ. ഒന്നുമില്ല. എന്തോ ഉണ്ട്, നീ കാര്യം പറ. നിക്കടിയോടെ പറയടാ പറയടാ അങ്ങോട്ട്. ഇവൻ എന്താടി ഒരു കുറവ്? കാശിന് കാശ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, വേറെ എന്തോ അടി നിനക്ക് വേണ്ടേ? നീ ഇതെവിടെ പോണ്? പറയണത് മുഴുവൻ കേട്ടിട്ട് പോയാ മതി. നീ ഇവനെ പ്രേമിക്കൊന്നും വേണ്ട. ഇവൻ വിളിക്കുമ്പോ കൂടെ ചെല്ലുക, ഇവൻ പറയുന്നതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്ക, അത്രേ ഉള്ളൂ. നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാളെ ഇതിനൊരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നിന്റെ വെളുവെളാന്നിരിക്കുന്ന മോന്തയ്ക്ക് ആസിഡ് ഒഴുക്കി റോക്കി കേട്ടേ. ആഹാ, ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞോ? എന്നാ അതൊന്ന് കാണണമല്ലോ. സൈമ, കോളേജാണ്, കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ ശാന്തമായിട്ട് പറഞ്ഞു തീർത്താൽ മതി. ശാന്തമായിട്ടാ? അല്ലേ ഇടികൊണ്ട് തൂറും, അതുകൊണ്ടാ ശാന്തമായിട്ടെന്ന് പറഞ്ഞ. സൈമൻ കോളേജിൽ കയറി എത്ര ഇടി ഉണ്ടാക്കിയിട്ടുണ്ടാ? ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും. നിക്കടെ ഡാ, നീ ഇവിടെയും വിളിച്ചോണ്ട് വല്ല സിനിമയ്ക്കും പോകും. എന്നിട്ടോരോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തേ സമാധാനമുള്ള എവിടെയെങ്കിലും പോയി സെറ്റാവും. ഒറ്റക്ക് കൊണ്ടുപോയി തിന്നു. എവിടെ പോന്നടേ? പേടിച്ചാ? ഏതടേ ഊള? വിജയ് സാറേ. വരട്ടവൻ വന്തർകടം സൂപ്പർ പട്ടേക്കലപ്പല. ചോദിക്കടാ, ആരാന്ന് ചോദിക്കും. ആരാടാ നീ? പോക്കറി സൈമൺ. ബിജു വേണ്ട. കോളേജാണ്, പിള്ളേരാണ്, പ്രശ്നം ഉണ്ടാക്കിയപ്പം വീട്ടിൽ കയറി. ബിജു ശാന്തമായിട്ട് ഡീൽ ചെയ്യണം. ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ റോക്കി, ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ. ആ പെണ്ണുങ്ങളെ നീ ഒന്നും മനസ്സമാധി നടത്തത്തില്ലല്ലേ? കേരളത്തിൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല. ഇത് ഐസ് വാട്ടറാ. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നിന്റെ കഴപ്പം കൊണ്ട് ചെന്നാ സത്യമായിട്ട് നിന്റെ ലിംഗം ഞാൻ ചുടും കേട്ടോ. എന്ത് പോയി നോക്കിക്കോളാം. പോയി വണ്ടിയറാ, പോയി വണ്ടിയറാ. അവന്റെ ഒരു ഡൂക്ക് അടിക്കാൻ നടക്കുന്ന ഓരോന്നും. ഇനി ഇതിന്റെ പേരിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെങ്കൽ ചുള്ളൽ വന്ന് ചോദിച്ചാൽ മതി ബിജു ആരാന്ന്. നിർത്തി കത്തിക്ക് ഞാൻ എല്ലാത്തിനും. ഒരു വാട്ടേ മുടി പണിയിട്ടാൽ എൻ പേശി ഞാനേ കേൾക്ക മാട്ടേ. മനസ്സിലാടാ പട്ടികളെ. വേണ്ട വേണ്ടെന്നൊക്കെ ഒരു തലയിൽ കയറി തോന്നുന്നു. വണ്ടിയറാ. ഓ ഭാഗ്യം, ആ പിള്ളേരും നമ്മളെ കയറി ഇടിച്ചില്ല. എടാ, എൻ്റെ ആ മാസ്കിൽ ആ ഡൂക്കിന് എന്തെങ്കിലും പറ്റിക്കാണോ? പറ്റിക്കാണും, പറ്റിക്കാണണമല്ലോ. അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ ബിജു, ഞാനല്ലേ പോക്കറി സൈമൺ? അതെ. ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ല.
നീ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ. മോശമായി പോയി ബിജു, മോശമായി പോയി. എടാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമായ? ആ എനിക്ക് വിഷമമായി. യു നോ, ഈ സീ ആൻഡ് ഷിപ്പ്, കടൽ ആൻഡ് കപ്പൽ, ഇത് രണ്ടുമാണ് എന്റെ വീക്ക്നെസ്. ഓഹോ. ഒരിക്കൽ സെയിന്റ് ലൂസിയയുടെ പിൻഭാഗം മെറീന ട്രെഞ്ചിൽ പെട്ടുപോയി. ഇത് ആര് സെന്റ് ലൂസ്? സെയിന്റ് ലൂസ് അല്ല, ലൂസിയ, സെയിന്റ് ലൂസിയ. ഷിപ്പ്, കപ്പലിന്റെ പേര്, ഷിപ്പിന്റെ പേര്. പറയുന്നത് കേൾക്ക് ദീപ. ഇങ്ങനെ ഒരു കാര്യം എന്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ചായ കൊണ്ട് കൊടുത്തേ. എനിക്ക് പറ്റത്തില്ല. നിന്നോട് ഇപ്പൊ കെട്ടാനൊന്നും പറഞ്ഞില്ലല്ലോ. ചായ കൊണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. വന്നേ. This is Sridevi, my better half. Thank you. Drink your tea, drink your tea. Hey, Rowdy, Rowdy. Rowdy, my pet, Rowdy. കടിക്കില്ല. പെൺകുട്ടി. ഇതാ ആൺപട്ടിയാടാ. അതല്ല, പെൺകുട്ടിയുടെ. ഓ അല്ല മോള്. Hey, come here boy. പട്ടിയല്ല. Rowdy. അല്ല മോള്. അല്ല മോള്. ദീപ, ദീപ. ദാ മോളാകെ വേർത്ത് കുളിച്ചല്ലോ. ടെൻഷനൊന്നും വേണ്ട. ടെൻഷനൊന്നുമില്ല. ഞാൻ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ്. മോൾ എവിടെ പഠിച്ചേ? ഓൾ സെയിൻസ്. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറ, അല്ലെങ്കിൽ എൻ്റെ ബാറ്റിംഗ് പോകും. എന്നെ കാണാൻ ഒരു പയ്യൻ വന്നു. വീട്ടുകാരെൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് അവനോട് പോയി പണി നോക്കാൻ ഞാൻ പറയും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. 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 ഓക്കെയാണ്.